എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും നമസ്കാരം. നമ്മുടെ റിസർച്ച് ഓഫീസർ പരീക്ഷ കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 ആഴ്ച പിന്നിടുകയാണല്ലേ. ഇതിനോടകം പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്, എന്നാൽ ഫൈനൽ ആൻസർ കീ ഇതുവരെ വന്നിട്ടില്ല. ഉടൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കഴിഞ്ഞ PSC യോഗത്തിലെ തീരുമാനപ്രകാരം റിസർച്ച് ഓഫീസർ പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനായിട്ട് തീരുമാനമായിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഒട്ടനേകം ഉദ്യോഗാർത്ഥികൾക്ക് അറിയേണ്ട ഒന്നാണ് റിസർച്ച് ഓഫീസർ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്സ് എന്തായിരിക്കും എന്നത്. എല്ലാ കോഴ്സിലും പരീക്ഷ അവസാനിക്കുമ്പോൾ ആൻസർ കീ പ്രകാരമുള്ള മാർക്സ് ഫില്ല് ചെയ്യാനായിട്ട് ലെൻഫാസ്റ്റ് ഉദ്യോഗാർത്ഥികളോട് പറയാറുണ്ട്. അത് പ്രകാരം കിട്ടിയ ഡാറ്റ അനലൈസ് ചെയ്തുകൊണ്ടാണ് എല്ലാ കോഴ്സിലെയും കട്ട് ഓഫ് മാർക്സിനെ കുറിച്ച് പറയാറുള്ളത്. എല്ലാ പരീക്ഷയിലേതും പോലെ തന്നെ റിസർച്ച് ഓഫീസർ പരീക്ഷയിലും ഞങ്ങളുടെ പ്രിയ ഉദ്യോഗാർത്ഥികളുടെ മാർക്സ് കണ്ടപ്പോൾ ഒരുപാട് അഭിമാനമാണ് തോന്നിയത്. കഴിഞ്ഞ റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷയിലും സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷയിലും കേരളത്തിലെ ഏറ്റവും മികച്ച റിസൾട്ടായിരുന്നു നമുക്ക് നേടാൻ സാധിച്ചിരുന്നത്. മികച്ചത് എന്ന് പറയുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷയിൽ 1ാം റാങ്ക് ഉൾപ്പെടെ 35 റാങ്കുകളും ലേൺഫാസ്റ്റ് എഡ്യൂക്കേറ്റിലെ ഉദ്യോഗാർത്ഥികൾക്ക് നേടാൻ സാധിച്ചിരുന്നു. മെയിൻ ലിസ്റ്റിലെ 3-ൽ-1 ലേൺഫാസ്റ്റിലെ ഉദ്യോഗാർത്ഥിയായിരുന്നു. ഒരു സ്ഥാപനത്തിന് റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ റാങ്കുകളാണിവ. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷയിൽ 2025 സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷയിൽ 13 ജില്ലയുടെ റിസൾട്ട് വന്നപ്പോൾ 7 ജില്ലകളിലും 1ാം റാങ്ക് ഉൾപ്പെടെ 153 റാങ്കുകളാണ് ലേൺഫാസ്റ്റ് ഉദ്യോഗാർത്ഥികൾക്ക് നേടാൻ സാധിച്ചത്. ഇത് മാത്രമല്ല, ഇതിനു മുൻപത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷയിൽ 1ാം റാങ്ക് ഉൾപ്പെടെ 55 റാങ്കുകളും റിസർച്ച് ഓഫീസർ പരീക്ഷയിൽ 10 റാങ്കുകളും എന്നിങ്ങനെ തുടങ്ങിയ എല്ലാ കോഴ്സുകളിലും കേരളത്തിലെ ഏറ്റവും മികച്ച റിസൾട്ടാണ് നമുക്ക് നേടാൻ സാധിച്ചത്. ഈ റിസർച്ച് ഓഫീസർ പരീക്ഷയിൽ ഇതിനേക്കാൾ മികച്ചൊരു റിസൾട്ടായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികളുടെ മാർക്സ് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത് ലക്ഷ്യം വെച്ചതുപോലെ തന്നെ റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷയിൽ മെയിൻ ലിസ്റ്റിലെ 3-ൽ-1 റാങ്കുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ റിസർച്ച് ഓഫീസർ പരീക്ഷയിൽ 3-ൽ-2 റാങ്കുകളും ലേൺഫാസ്റ്റിൽ തന്നെയായിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ കട്ട് ഓഫ് എത്രയായിരിക്കും? കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ 23 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആവുകയെങ്കിൽ നമ്മുടെ ഗൂഗിൾ ഫോമിൽ ഉദ്യോഗാർത്ഥികൾ ഫില്ല് ചെയ്ത മാർക്സ് അനുസരിച്ച് കട്ട് ഓഫ് മാർക്ക് ഏകദേശം 57 വരെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അത്യാവശ്യം വലിയൊരു കട്ട് ഓഫ് ആണിത് അല്ലേ. 57 വരെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ആഗ്രഹിച്ച പോലെ മാർക്സ് വാങ്ങാൻ സാധിക്കാതെ പോയത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി വരുന്ന എക്സാമിൽ നല്ല രീതിയിൽ ഇൻഡെപ്തായി 100 മാർക്സിനുള്ള ടോപ്പിക്സും പഠിക്കുക. നിങ്ങൾ ഏത് വിഷയം പഠിച്ചവരായിക്കൊള്ളട്ടെ, ഒരു വിഷയം വിട്ടുകളയാതെ 100 മാർക്കിനുള്ള ടോപ്പിക്സ് നിങ്ങൾ വാശിയോടെ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ടോപ്പ് റാങ്കിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് റിസർച്ച് അസിസ്റ്റന്റ്. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലെ റിസർച്ച് അസിസ്റ്റന്റ്. റിസർച്ച് ഓഫീസറും റിസർച്ച് അസിസ്റ്റന്റും 2 തസ്തികയാണ് കേട്ടോ. ഇത് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലെ റിസർച്ച് അസിസ്റ്റന്റ് എന്നുള്ള തസ്തികയാണ്. നോട്ടിഫിക്കേഷൻ നമ്മൾക്കൊരു ഡിസംബർ ടു ഫെബ്രുവരിയിൽ എക്സ്പെക്ട് ചെയ്യാം. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 6 മാസത്തിനുള്ളിലായിട്ട് എക്സാം ഉണ്ടാകും. കഴിഞ്ഞ പ്രാവശ്യത്തെ റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷയിൽ റിസർച്ച് ഓഫീസറുടെ പോലെ തന്നെ സമാനമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായി. ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള സിലബസ് എക്സാമിന് 2 മാസം മുൻപായിരുന്നു PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ സിലബസ് മാറാനുള്ള സാധ്യത വളരെ കുറവാണ് കേട്ടോ. ഒത്തിരി പേര് ചോദിച്ചിരുന്നു. കഴിഞ്ഞ തവണ ഓൾറെഡി പുതിയ സിലബസ് വന്നതുകൊണ്ട് തന്നെ ഇത്തവണ വീണ്ടും സിലബസ് മാറാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് നേരത്തെ തന്നെ പഠിച്ചെടുത്ത് തുടങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ 2 മാസം മാത്രം മുൻപാണ് സിലബസ് കഴിഞ്ഞ തവണ മാറിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു കുറഞ്ഞ സമയം കൊണ്ട് പോലും മുഴുവൻ സിലബസും ലേൺഫാസ്റ്റിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് അറിയാം, മാക്സിമം മാർക്സിലുള്ള ടോപ്പിക്സ് പഠിച്ചിട്ടാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ എക്സാം ഹാളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട ശേഷം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു. കാരണം അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ 64ഓളം ചോദ്യങ്ങളാണ് ലേൺഫാസ്റ്റിൽ പഠിപ്പിച്ച സിമിലർ ക്വസ്റ്റ്യൻസും എക്സാക്ട്ലി സെയിം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നത്. ആ പരീക്ഷയിലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ 1ാം റാങ്ക് ഉൾപ്പെടെ 35 റാങ്കുകൾ നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 1ാം റാങ്ക് ഹസ്റ്റയ്ക്കായിരുന്നു. ഹസ്റ്റയുടെ മാർക്സ് 50-നടുത്തായിരുന്നു. കട്ട് ഓഫ് മാർക്സ് 34. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വെറും 2 മാസം മാത്രം കിട്ടിയപ്പോൾ 50 മാർക്കിന് അടുത്ത് വരെ വാങ്ങാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതും അത്രയും കട്ടുകട്ടിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ ഇത്തവണ മാസങ്ങളോളം സമയം കിട്ടുന്നതുകൊണ്ട് തന്നെ റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ 100-ൽ-100 മാർക്കിനുള്ള ടോപ്പിക്കും പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. സമയമെടുത്ത് വളരെ ഡെപ്തിൽ തന്നെ ഓരോ ടോപ്പിക്കും പഠിച്ച് പോകേണ്ടതായിട്ടുണ്ട്. എങ്ങനെയൊക്കെ ചോദ്യം ചോദിച്ചാലും നമുക്കത് കറക്റ്റായിട്ട് ഉത്തരം കണ്ടെത്താൻ പറ്റണം. നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് ഉയർത്തുന്നത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യവും. ആ ലക്ഷ്യം നമ്മൾ നേടിയിരിക്കും. ഒരൊറ്റ പരീക്ഷയിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു പരീക്ഷയിൽ നിങ്ങളുടെ ബെസ്റ്റ് തന്നെ നിങ്ങൾ കൊടുക്കണം. ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയിൽ ആഗ്രഹിച്ച പോലെ മാർക്സ് വാങ്ങാൻ പറ്റാത്തവരോടായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ തിരിച്ചു വരണം.
ഒരുപാട് സ്വപ്നങ്ങളോടെ തുടങ്ങി പല കാരണങ്ങൾ കൊണ്ട് ആഗ്രഹിച്ച് പോലെ പഠിക്കാൻ പറ്റാതെ പോയവരാകാം നിങ്ങളിൽ പലരും. ഇനി എനിക്ക് കഴിയില്ല എന്ന് ചിന്തിച്ച് പിന്മാറിയവരും ഉണ്ടാകാം. ചുറ്റുമുള്ളവരുടെ പരിഹാസങ്ങൾക്കും ചോദ്യങ്ങൾക്കും മുമ്പിൽ ഉത്തരം മുട്ടി നിന്ന നിമിഷങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകാം. ഓരോ തവണ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴും അതിൽ നിങ്ങളുടെ പേര് കാണാതെ വരുമ്പോൾ നെഞ്ചിലുണ്ടാകുന്ന ഒരു പിടച്ചിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കൂടെ പഠിച്ചവരും കൂട്ടുകാരൊക്കെ ലൈഫിൽ ഓരോ പടവുകൾ കയറി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മാത്രം എവിടെയും എത്തിയില്ലല്ലെന്ന് ഓർത്ത് ഉറങ്ങാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന എത്രയോ രാത്രികൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകാം. ഇവനെ കൊണ്ട് അല്ലെങ്കിൽ ഇവളെ കൊണ്ടൊന്നും പീസ് നേടാൻ കഴിയില്ല എന്ന് നിങ്ങളിൽ പലർക്കും കേൾക്കേണ്ടി വന്നിട്ടുണ്ടാകാം. അങ്ങനെ നിങ്ങളെ വിധിയെഴുതിയവർക്ക് മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ടി വന്ന നിമിഷങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു കനലായി എരിയുന്നുണ്ടാകാം. ആ കനൽ കെട്ടുപോകാൻ നിങ്ങൾ അനുവദിക്കരുത്. അത് തീയായിട്ട് കത്തണം. നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം നാളത്തെ നിങ്ങളുടെ വിജയത്തിനുള്ള ഏറ്റവും വലിയ ആയുധമാക്കി നിങ്ങൾ മാറ്റണം. നല്ല ഒരു കാലം നിങ്ങൾ സ്വപ്നം കാണേണ്ടതുണ്ട്. നിങ്ങളൊന്ന് കണ്ണുകൾ അടച്ച് ആ നിമിഷം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നിങ്ങളുടെ എക്സാം റിസൾട്ട് വരുന്ന ആ ഒരു ദിവസം 100 കണക്കിന് പേരുകൾക്കിടയിൽ ആദ്യത്തെ പേജിൽ ഏറ്റവും ടോപ്പിൽ തന്നെ നിങ്ങളുടെ പേര് തെളിഞ്ഞു വരുന്ന ആ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കുക. അത് കാണുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ കണ്ണുകളിൽ നിറയുന്ന ആ ഒരു സന്തോഷ കണ്ണീര് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളെ പരിഹസിച്ചവരുടെ മുന്നിലൂടെ സ്വന്തം കാലിൽ അഭിമാനത്തോടെ തല ഉയർത്തി നിങ്ങൾ നടന്ന് നീങ്ങുന്ന ഒരു നിമിഷം, അത് വെറും ഒരു സ്വപ്നമല്ല, നാളെ സംഭവിക്കാൻ പോകുന്ന യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് പ്രധാനം. പഠിക്കണമെന്നുള്ള തീരുമാനം, തോൽക്കാൻ തയ്യാറല്ല എന്നുള്ള തീരുമാനം, വിട്ട് കളയില്ല എന്നുള്ള തീരുമാനം, എന്ത് പ്രതിസന്ധി വന്നാലും നേരിടുമെന്നുള്ള തീരുമാനം. നിങ്ങളുടെ ആദ്യത്തെ പ്രവർത്തി തന്നെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരും. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായിട്ട് ജോലിയിൽ പ്രവേശിക്കാൻ പോകുന്ന ആ ഒരു പ്രഭാതം, ഏറ്റവും മികച്ച വസ്ത്രമണിഞ്ഞ് നിങ്ങളുടെ വീടിന്റെ പടിയിറങ്ങി ആ സർക്കാർ ഓഫീസിലേക്ക് തലയുയർത്തി നടന്നു കയറുന്ന ഒരു നിമിഷം, ആദ്യമായി രജിസ്റ്ററിൽ നിങ്ങളുടെ പേരിന് നേരെ ഒപ്പ് പതിയുമ്പോൾ ഇത്രയും കാലം നിങ്ങൾ ഒഴുക്കിയ വിയർപ്പിനും അനുഭവിച്ച വേദനകൾക്കും അതിനേക്കാൾ വലിയൊരു പ്രതിഫലം കിട്ടാനില്ല. നിങ്ങളുടെ ആദ്യത്തെ ശമ്പളം അക്കൗണ്ടിലെത്തുന്ന ഒരു ദിവസം ഒന്ന് ഓർത്ത് നോക്കും. സ്വന്തം അധ്വാനത്തിന്റെ ആദ്യത്തെ സമ്പാദ്യം കൊണ്ട് കുടുംബത്തിലുള്ളവർക്ക് ഒരു ഷർട്ടോ ഒരു സാരിയോ വാങ്ങിക്കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ലോകത്തെ മറ്റൊന്നിനും ആ ചിരിക്ക് പകരം നൽകാനാവില്ല. ഇത്രയും കാലം നിങ്ങൾക്കായിട്ട് കഷ്ടപ്പെട്ട അവരുടെ മുന്നിൽ വെച്ച് ഇനി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറയാൻ കഴിയുന്ന ആ ഒരു ധൈര്യം, അതാണ് ഈ ജോലി നിങ്ങൾക്ക് നൽകുന്ന കരുത്ത്. ആ കരുത്തിലേക്കാണ് നിങ്ങൾ ഇന്ന് നടന്നു കയറേണ്ടത്. ഇന്നലെ വരെ നിങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചവർ നാളെ നിങ്ങളെ കാണുമ്പോൾ ബഹുമാനത്തോടെ മാറുന്നു. ഇവനെ കൊണ്ട് എന്തിനാ കൊള്ളുക എന്ന് ചോദിച്ച അതേ ആളുകൾ നാളെ അവരുടെ മക്കളോട് അവനെ കണ്ടു പഠിക്കണം, അല്ലെങ്കിൽ അവളെ കണ്ടു പഠിക്കണം, PSCക്ക് എങ്ങനെ പഠിക്കണമെന്ന് നിങ്ങളോട് ചോദിച്ചാൽ മതി എന്ന് പറയുന്ന ആ ഒരു നിമിഷം. വർഷങ്ങളോളം PSCയുടെ പുറകെ നടന്ന സമയം കളഞ്ഞതല്ലാതെ റാങ്ക് ലിസ്റ്റിൽ ഇതുവരെ ഇടം നേടാൻ സാധിച്ചില്ല എന്ന് നിരാശപ്പെടുന്നവരുണ്ട്. എന്ത് ചെയ്താലും ലിസ്റ്റിൽ കയറാൻ പറ്റില്ല എന്ന് പറയുന്നവരുണ്ടാകും. അങ്ങനെ പറയുന്നവർക്ക് മറുപടിയായി നൽകാൻ ഞങ്ങളുടെ പക്കൽ ഈ ഒരു റിസൾട്ടുകളാണുള്ളത്. കഴിഞ്ഞ തലസ്ഥിതിക പരീക്ഷയിൽ 13 ജില്ലകളുടെ റിസൾട്ട് വന്നപ്പോൾ 7 ജില്ലകളിൽ 1ാം റാങ്കുകൾ, മൊത്തം 153 റാങ്കുകൾ. കഴിഞ്ഞ റിസർച്ച് പരീക്ഷയിൽ 1ാം റാങ്ക് ഉൾപ്പെടെ മെയിൻ ലിസ്റ്റിലെ 1/3 റാങ്കുകളടക്കം 35 റാങ്കുകൾ. കേരളത്തിൽ മറ്റൊരിടത്തും നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് കാണാൻ സാധിക്കില്ല. ഈ റിസൾട്ടുകൾ ഞങ്ങൾക്ക് മാത്രമല്ല ആത്മവിശ്വാസം നൽകുന്നത്, നിങ്ങൾക്കും ഇത് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണെന്ന് ഞങ്ങൾക്കറിയാം. ഈ റിസൾട്ടുകൾ വെറും ഒരു അവകാശവാദമല്ല, ഒരുപാട് പേരുടെ രാപ്പകലില്ലാതെയുള്ള കഠിനാധ്വാനത്തിന്റെ ജീവിക്കുന്ന തെളിവാണ്. ഇനി വരാൻ പോകുന്ന പരീക്ഷകളിലും ഇതിലും വലിയൊരു റിസൾട്ട് ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റ് എന്ന ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് തന്നെ ഉണ്ടാകും എന്ന് പൂർണ്ണ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഈ നിമിഷം നിങ്ങൾ തീരുമാനിക്കുക, പഠിക്കുവാൻ തീരുമാനിക്കുക. ഒന്നിനും പഠനത്തെ തടസ്സപ്പെടുത്താൻ പറ്റാത്ത വിധം വാശിയോടെ പഠിക്കാൻ ആരംഭിക്കുക. നഷ്ടപ്പെട്ട സമയത്തെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കാതെ മുന്നിലുള്ള ദിവസങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം കഴിഞ്ഞിട്ടില്ല. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ യങ്ങസ്റ്റ് ഡേ എന്നത് ഇന്നാണ്. അപ്പോൾ മുന്നിലുള്ള ദിവസങ്ങളെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് മാത്രം ചിന്തിക്കുക. നിങ്ങളുടെ ഈ ഒരു യാത്രയിൽ നിങ്ങളുടെ കരുത്തായിട്ട് ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റ് എന്നും